ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മെഡിറ്റേഷൻ പ്രോസസ്സൊക്കെ എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് കുറേ ദിവസങ്ങൾ നല്ല രീതിയിൽ വീഡിയോ ഇടാനായിട്ട് ഗ്യാപ്പ് വരുന്നുണ്ടായിരുന്നു, എനിക്കറിയാം. പിന്നെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ വന്നിട്ട് വീട് ഷിഫ്റ്റ് ആയിരുന്നു. പുതിയ സ്ഥലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈഫൈ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ചെറിയ ഫോണിലുള്ള ഡാറ്റ വെച്ചിട്ട് കുഞ്ഞു വീഡിയോസ് അപ്ലോഡ് ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഹസ്ബൻഡ് വീട്ടിലെന്നല്ല, ഓഫീസിൽ പോയിരിക്കുമ്പോഴത്തേനും അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടൊന്നും പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിൽ പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാഞ്ഞത്. പിന്നെ ഇടയ്ക്ക് ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ വന്നിട്ട് എനിക്ക് മക്കൾക്കൊക്കെ പനിയൊക്കെ പിടിച്ചു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളെ കൊണ്ടാണ് വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും പോസിറ്റീവായിട്ടൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ടെന്ന് വരാം. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കൊട്ടും നീതി കിട്ടാതെ പോയ പല നിമിഷങ്ങളും ഉണ്ടായിരിക്കാം. നമ്മുടെ ഭാഗത്ത് പൂർണ്ണമായിട്ടും ശരിയുണ്ടായിട്ടും നമ്മൾ പലരുടെയും കുറ്റപ്പെടുത്തലുകളും എല്ലാം കേട്ട് നമ്മൾ ഒറ്റയ്ക്ക് കുറേ കാര്യങ്ങൾ ഡീൽ ചെയ്ത് എന്നിട്ട് അവസാനം നമ്മൾ തോറ്റുപോയ ഒരു നിമിഷം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. നിങ്ങൾ ആരും അതിൽ ഡെസ്പ് ആവരുത്. കാരണം ഞാൻ ആ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ ഞാൻ എന്തൊക്കെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെയും എൻ്റെ രണ്ട് കയ്യിലും എൻ്റെ 2 കുഞ്ഞു മക്കളുണ്ടായിരുന്നു. ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡ് അബ്രോഡാണ്. അപ്പം എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കായിരിക്കും, എൻ്റെ മക്കളെ വെച്ചിട്ട്. അവരെ വെച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ പല സമയത്തും എനിക്ക് ഒരുപാട് ഇരുന്ന് കരയേണ്ടി വന്നിട്ടുണ്ട്, നെഞ്ചു പൊട്ടി കരയേണ്ടി വന്നിട്ടുണ്ട്, ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിട്ട് പോലും എനിക്ക് നീതി കിട്ടാതെ പോയല്ലോ ദൈവമേ എന്നോർത്ത് ഞാൻ ഒരുപാട് ഇരുന്ന് വിഷമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളില്ലാത്തപ്പോൾ പോലും നമ്മളറിയാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞ് സ്പ്രെഡ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടായി. ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം. അതൊക്കെ ആയിട്ട് നമ്മളെ പലപ്പോഴും ഒരുപാട് തകർത്ത് കളയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ആണ്. ടോക്സിക് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും, അതായത് അവരുടെ പരിധിയിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം അവർ നമ്മളെക്കുറിച്ച് റൂമേഴ്സ് പറഞ്ഞിട്ടുണ്ടാക്കും. അത് ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് വെച്ചിട്ട് അത് പേടിച്ചിട്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് നീതി കിട്ടാത്ത, അല്ലെങ്കിൽ നമ്മളോട് ലോയൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് മാറി പോകാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് മെൻ്റലി ഒരു പീസ്ഫുള്ളായിട്ട് ഒരു കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്നു. ഈ സ്ട്രെസ്സും ഡിപ്രഷനും കാരണം നമ്മൾ അസുഖക്കാരിയാവുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ആളുകളിൽ നിന്നൊക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഞാനത് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനും കുറ്റം പറയുക, പരദൂഷണം പറയുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നിമിഷത്തിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഞാൻ എന്താണോ അനുഭവിച്ചിരുന്നത് ആ ഒരു വിഷമത്തിൽ നിന്ന് എനിക്ക് നീതി കിട്ടിയ, നമ്മൾ നിൽക്കുന്ന റിലീഫായ, അല്ലെങ്കിൽ ഞാനായിരുന്നു ശരിയെന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു നിമിഷം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കെല്ലാം ഈ ഒരു ഫേസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ലൈഫിൽ വളരെയധികം ഒറ്റപ്പെട്ടു പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. നമ്മുടെ ഭാഗത്ത് ശരി ഉണ്ടായിട്ടും നമ്മളെ വിശ്വസിക്കാതെ പോയ, അല്ലെങ്കിൽ നമുക്ക് നീതി കിട്ടാതെ പോയ അവസരങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മളറിയാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറഞ്ഞ് സ്പ്രെഡ് ചെയ്ത ആൾക്കാരുണ്ടായിരിക്കാം. ആ ഒരു സമയം കഴിഞ്ഞു പോകുമെന്ന് തന്നെ വിചാരിക്കുക. ഓഫ്കോഴ്സ് ഇതൊക്കെ നമ്മളെ ബാധിക്കും, ഒരുപാട് ബാധിക്കും. മെൻ്റലി ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആക്കും ഈ കാര്യങ്ങളൊക്കെ. നമ്മൾ ആഹാരം പോലും കഴിക്കാതെ, അല്ലെങ്കിൽ ഉറക്കം പോലും വരാതെ ഒരുപാട് രാത്രികൾ തള്ളി നീക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഒഴുക്കിയ ആ ഒരു കണ്ണീരിനുണ്ടല്ലോ, ഒരു ദിവസം ഡെഫിനറ്റ്ലി യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് അതിനൊരു തരും, ഒരു പരിഹാരം തരും. നമ്മുടെ കണ്ണുനീരിനുള്ള വില നമുക്കതൊരു ദിവസം തരും. കർമ്മ എന്ന് പറയുന്നത് ഒരിക്കലും വെറുതെ അല്ല. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ദിവസം വരും. ഞാൻ എന്ത് ചെയ്തിട്ടും ഒന്നും ശരിയാവുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് നീതി കിട്ടാതെ പോയല്ലോ, ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്തൊക്കെ കേൾക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെയുള്ള തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും ഡെസ്പ് ആവണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ഡെസ്പായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളുക, നിങ്ങൾക്ക് ഒരു നല്ല ദിവസം വന്നിരിക്കും. ഞാനാണ് പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ കണ്ണീരിന് ഉള്ള ഫലം ഒരു ദിവസം ദൈവം തന്നിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു കാര്യത്തെ അങ്ങ് വിട്ടേക്കുക. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അത് ഓർത്ത് തന്നെ ഇരുന്ന് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് പോവും, നമ്മൾ വീണ്ടും നെഗറ്റീവായി പോവും എന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല. കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ നേരെയാക്കാനായിട്ട് വേറെ ആരും വരില്ല. നമ്മൾ ഡൗൺ ആയി പോകും തോറും എല്ലാവർക്കും ഈ നമ്മളിങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്ക് സന്തോഷമേ വരുള്ളൂ. കണ്ടോ, അങ്ങനെ ആയി പോയി എന്നുള്ളത്. പക്ഷെ അതല്ല വേണ്ടത്, നമ്മൾ ഉയർന്നു വരികയാണ് വേണ്ടത്, അല്ലേ? നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് മാത്രമേ സാധിക്കൂ.
സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ ശരിയാണ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായി, നമ്മൾ ആ വിഷമത്തിലൂടെ ഡിപ്രഷൻ, സ്ട്രെസ് ഇതിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൽ ഇരുന്ന് 1-2 ദിവസം ഇരുന്ന് കരയാം, 3-ാമത്തെ ദിവസം ചാടി എഴുന്നേൽക്കുക. നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകാൻ? എനിക്ക് ഭയങ്കരമായിട്ടൊരു ഡിപ്രഷൻ തോന്നുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അമ്പലത്തിൽ പോകും, അല്ലെങ്കിൽ പള്ളിയിൽ പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഷോപ്പിങ്ങിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാൻ പോകും. ചിലപ്പം ഒരു പഞ്ചസാരയോ ഒരു റവയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാനങ്ങ് പോകും. ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് കൂടുതലും മടിയാണ്. ഞാൻ എൻ്റെ മക്കളുമായിട്ടായിരിക്കും പോകുന്നത് കേട്ടോ. അപ്പം അങ്ങനെ പോകും. ചിലപ്പോൾ ഒരു ചെറിയൊരു ഡ്രൈവിന് പോകും, അങ്ങനെ ചിലപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് അങ്ങനെ പോകും. അപ്പം നമ്മുടെ മനസ്സൊന്ന് ഫ്രീ ആവും. നമ്മളെ റെഡിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മൂടി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ പുറത്ത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നമ്മളങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ സപ്പോർട്ട്, നീ ഒന്ന് റെഡി ആവുക, ഓക്കെ ആവുന്ന സപ്പോർട്ട് ചെയ്യാനായിട്ട് പലരും ഉണ്ടായിരിക്കാം. പക്ഷേ എല്ലാവരും എപ്പോഴും ഉണ്ടായിരിക്കണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഒരു ഭാരമാവാതെ ഇരിക്കാൻ നോക്കുക. അതുകൊണ്ട് നമ്മളെ റെഡിയാക്കി എടുക്കാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി അത് നമ്മൾ തന്നെ ഏറ്റെടുക്കുക. നമ്മുടെ സന്തോഷത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ലൈഫിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ കയ്യിലാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. നിങ്ങൾ അത്ര ഡെസ്പാണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് പുറത്ത് പോവുക. റൂമിൽ അടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് പോവുകയുള്ളൂ, ഒരിക്കലും നേരെയാവാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ അമ്പലത്തിൽ പോകാൻ, പള്ളിയിലൊക്കെ പോകാൻ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഒരു റിലീഫ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താലാണ് റിലീഫ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. എല്ലാവർക്കും അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവും. ആ ഒരു പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക്, ഇപ്പോൾ നിങ്ങൾ ഡെസ്പാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുക. ഒട്ടും ഡെസ്പല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങളുടെ ഒരു സമയം അതിനുവേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യുക. നിങ്ങളെ ഡെസ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓക്കെ ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഡെസ്പ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി ലെവൽ ഹയസ്റ്റ് ആക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ രീതിയിൽ എപ്പോഴും മുന്നോട്ട് പോവുക. നമ്മളെ ആരും എന്തും പറഞ്ഞോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും അവരുടെ രീതിയിൽ പോകുന്നു. നമ്മളുടെ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത്. നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇനി നമുക്ക് ഏതായാലും മനസ്സിലായി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണെന്നുള്ളത്. സോ നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തെടുക്കുക. ആ ബൗണ്ടറിക്ക് ഇപ്പുറം ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജീസിനെ കടന്നു വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് മനസ്സിലായി ഇന്ന ആളുകളൊക്കെ ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടും വീണ്ടും ചെന്ന് കയറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റാണ്, അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യാനുള്ള ഏകദേശം ഞാൻ കുറേയൊക്കെ വിഷമിച്ചു. ഞാൻ എപ്പോഴും വിചാരിക്കുന്നു, ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു, ഞാൻ കുറേ വിഷമിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് എന്നെ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. വീണ്ടും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് ഇനി എന്നെ ഓക്കെ ആക്കി എടുക്കണം എന്ന് സ്വയം അങ്ങ് ചിന്തിക്കുക. എന്ന് വെച്ചിട്ട് നമുക്ക് ഈ കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ്സും ഇല്ലാതെ, ഒരു വിഷമങ്ങളും ഇല്ലാതെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ലൈഫ് ആയിരിക്കണം എന്നല്ല. എല്ലാവർക്കും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ നമുക്കതിനെ നല്ല രീതിയിൽ ബോൾഡായിട്ട് നേരിടാനായിട്ട് സാധിക്കണം. അപ്പം നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ള, ഞാൻ പറഞ്ഞു, നമുക്ക് നീതി കിട്ടാതെ പോയ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മനസ്സറിയാത്ത കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് എബ്രോഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ അവിടെ പലതും പറഞ്ഞിട്ടാക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ കുടുംബക്കാർ തന്നെയായിരിക്കും ചിലപ്പോൾ പലതും പറയുന്നത്, കൂടെയുള്ളവർ തന്നെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് മാറ്റി നിർത്തുക. നമ്മൾ ഒരുപാട് ക്ഷമിച്ചിട്ടും അവർ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറാം. അതാണ് ഏറ്റവും വലിയൊരു സൊല്യൂഷൻ, അല്ലേ? നമുക്ക് മറ്റുള്ളവരെ മാറ്റിയെടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെ നമുക്ക് മാറാം. നമുക്ക് നമ്മളെ മാറ്റിയെടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. കുറച്ചൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാനും നമ്മളുടെ നല്ല കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനും നമുക്കൊരു പോസിറ്റീവ് എനർജി കീപ്പ് ചെയ്യാനായിട്ടൊക്കെ വേണ്ടി നമുക്കിതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് വിഷമിച്ചാൽ, നമ്മൾ എന്ത് ചെയ്താലും ഇരുന്ന് കരഞ്ഞ് തീർത്ത് ഞാനൊരു സമയത്ത് അങ്ങനെയായിരുന്നു കേട്ടോ. എന്നോട് എന്ത് ചെയ്താലും ഞാനങ്ങ് വിട്ടുകളയും. ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ പിന്നെയും വിട്ടുകളയും, വീണ്ടും ചെല്ലും, വീണ്ടും ഹേർട്ടും ഇൻസൾട്ടും ഇത് തന്നെ. പക്ഷേ ഇപ്പം എൻ്റെ ആ ഒരു സ്വഭാവം മാറ്റിയതോടുകൂടി ഞാൻ കുറേ മാറി. എൻ്റെ എനർജി ലെവലിൽ മാറ്റമുണ്ട്. എന്നോട് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറഞ്ഞു തന്നിരുന്ന കാര്യം ഇത് തന്നെയായിരുന്നു, നീ മാറണം, നീ വീണ്ടും ഇങ്ങനെ ഒരു ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അന്നത് വലിയ കാര്യമാക്കി എടുത്തില്ല. പക്ഷേ ഇപ്പം മനസ്സിലാവുന്നുണ്ട് അതാണ് കറക്റ്റ് എന്നുള്ളത്. അപ്പം ഞാൻ എന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയോ അന്ന് തൊട്ട് എനിക്ക് നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ട് എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി ഹാർഡ് ഇനിഷ്യൽ ടൈമിൽ. പക്ഷേ നമ്മളത് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിലും മെൻ്റലി ഭയങ്കരമായിട്ട് ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അത് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇത്ര പോസിറ്റീവായിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പല കാര്യങ്ങളും നീതി കിട്ടാതെ പോയ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ട് കരഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കാലം നമ്മളെ ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടെത്തിക്കും. നമ്മളായിരുന്നു ശരി, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടായിരുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ചില സാഹചര്യങ്ങൾ ലൈഫിൽ വരും. അതാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു മൊമെൻറ്റിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് വളരെയധികം
ഹാപ്പിയാണ്. ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു യൂണിവേഴ്സിനോട്, നന്ദി പറയുന്നു ഈശ്വരനോട്. ഞാൻ ആ സമയത്തൊക്കെ ഒത്തിരി ഇരുന്ന് കരയുകയും ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനൊക്കെ നമുക്കൊരു റിസൾട്ട് തരും, ഒരിക്കലും തരാതെ പോകില്ല. നമ്മൾ ഒഴുക്കുന്ന കണ്ണീരിന് ഉള്ള ഫലം ഒരു ദിവസം ദൈവം തരും. നമ്മുടെ കഷ്ടപ്പാടിനുള്ള ഒരു ഫലം ഒരു ദിവസം ദൈവം തരും, അല്ലേ? അത്രയേ ഉള്ളൂ. നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പോവാതിരുന്ന് വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നിങ്ങൾ കറക്റ്റായിട്ട്, അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഞാൻ എൻ്റെ അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ചെയ്തിരുന്നു. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ സ്കിപ്പ് ചെയ്ത്, ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് എനിക്ക് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഉറക്കം പോലും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 11 മണിയൊക്കെ ആവും. ആൻറ്റിബയോട്ടിക്സ് ഉണ്ട് മക്കൾക്ക്. ഞങ്ങൾ കിടക്കുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും കേട്ടോ. ഇവിടെ ഒരു ഉറക്കമൊക്കെ അത്ര പ്രോപ്പറല്ല, ഉറക്കമൊക്കെ ഇച്ചിരി ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ എഴുന്നേൽക്കുന്നത്, പിന്നെ ആൻറ്റിബയോട്ടിക്സ് ഉള്ളതുകൊണ്ട് രാത്രി മക്കൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ ഇച്ചിരി രാവിലെ ഇച്ചിരി ലേറ്റ് ആവും. പിന്നെ ഇപ്പം എല്ലാം ഓർഡറിലാക്കി കൊണ്ടുവരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മൾ വിശ്വസിക്കുക, നിങ്ങളുടെ ഒരു ദിവസം വന്നിരിക്കും. എന്നും ഒരിക്കലും കഷ്ടപ്പാടിലൂടെ തന്നെ ദൈവം കൊണ്ടുപോകത്തില്ല ഒരാളെ. അപ്പോൾ നമ്മുടെ ഭാഗത്തുള്ള നീതി നമുക്ക് തന്നിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഒട്ടും വിഷമിക്കാതെ നമുക്കുള്ളത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ അതിനുവേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. അഫർമേഷൻസ് ഒരിക്കലും വിടരുത് കേട്ടോ. അഫർമേഷൻസ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്, ജേണൽസ് എഴുതുന്നത്, ഇതൊക്കെ ഭയങ്കര എഫക്റ്റീവാണ്. ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ലേറ്റായിട്ടായിരുന്നു കിടക്കുന്നത്, ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നതൊക്കെ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒന്നാമത് മൈഗ്രെയിനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനിത് വീണ്ടും ശരിയാക്കി എടുക്കാനായിട്ട് ഞാൻ അഫർമേഷൻസ് എഴുതി തുടങ്ങി. ഓൾറെഡി നമ്മൾ ഈ ഒരു ട്രാക്കിലേക്ക് വന്ന ഒരാളാണല്ലോ. അപ്പം നമുക്കത് വീണ്ടും ഒന്ന് റീഎൻട്രി ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും അങ്ങനെ എഴുതി വന്നപ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാൻ കേട്ടോ. നമ്മൾ ആ ഒരു അലൈൻമെൻറ്റിൽ വന്നിട്ട് വീണ്ടും അലൈൻമെൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അതിലേക്ക് റീ എൻട്രി ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പം എല്ലാവരും കറക്റ്റായിട്ട് വിശ്വസിക്കുക. നമ്മൾ എന്നും നമ്മളെ ഇങ്ങനെ കരയിച്ച് കൊണ്ട് ഒരിക്കലും നമ്മളെ ഇങ്ങനെ വിടില്ല. നമുക്കായിട്ടുള്ള ഒരു ദിവസം വരും. അത് വിശ്വസിക്കുക, കറക്റ്റായിട്ട് വിശ്വസിക്കുക. ഒരിക്കലും ഡൗട്ട് ചെയ്യണ്ട, എനിക്ക് നീതി കിട്ടാതെ പോയല്ലോ, ഞാൻ ഇത്ര വിഷമിച്ചിട്ട് എന്തുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നില്ല ദൈവമേ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഈ ദുഷ്ടനെ ആയിരിക്കും ദൈവം ആദ്യമേ പന പോലെ വളർത്തുന്നുള്ളത് കേട്ടിട്ടില്ലേ? അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം കറക്റ്റാണ്. പക്ഷേ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് നല്ലൊരു ദിവസം തരും എന്നുള്ളതും നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും പറഞ്ഞു തരാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബൈ.